ശ്രീ ഫക്രുദ്ദീൻ, 2050 ഇന്ത്യയിൽ പലതും സംഭവിക്കും എന്നാണ് പറയുന്നത്. അക്കൂട്ടത്തിൽ ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, അതായത് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലായിരിക്കും, പാകിസ്ഥാനെ പോലും കടത്തി വെട്ടും എന്നാണ് വരുന്ന വാർത്ത. ഏതാണ്ട് 31 കോടി കവിയും എന്നാണ്. 2050 ലോകത്ത് വല്ല കാര്യം സംഭവിക്കും. ലോകം അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നോലും അറിയില്ല. ട്രംപിനെ പോലുള്ള ഭ്രാന്തന്മാരാണ് ഭരിക്കുന്നതെങ്കിലും ന്യൂക്ലിയർ വാറിലേക്ക് പോകും. അവസാനം നമ്മളൊക്കെ കംപ്ലീറ്റ്ലി ഒബ്ലിറ്ററേറ്റ്. 2050 വരെ കാത്തിരിക്കേണ്ട. ഒന്നതാണ് ലോകത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ പോക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ട്രംപ് ഭ്രാന്തന്മാരല്ലേ. ട്രംപ്, പുടിൻ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. പക്ഷെ അവന്മാരൊക്കെ ഭ്രാന്തന്മാരാണ്. എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. 4 വർഷം പെട്ടെന്ന് ട്രംപിന് അടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ രക്ഷിച്ചത്, നമ്മളെ ആളുകളെ അമേരിക്കയിൽ രക്ഷപ്പെടുത്തിയത് അമേരിക്കയിലെ ഫെഡറൽ കോർട്ടാണ്. ആളുകൾ അമേരിക്കക്കാരെ തിരിച്ചിങ്ങോട്ട് കയറ്റി അയക്കണ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം കിട്ടാൻ വേണ്ടി അമേരിക്കയിൽ പോയി പ്രസവിക്കാൻ പോയ ഒരുപാട് സ്ത്രീകളുണ്ട്, ഇന്ത്യക്കാരുടെ ഭാര്യമാർ. അവരൊക്കെ തന്നെ പ്രസവം നേരത്തെ ആക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അത് ഭയങ്കര മെഡിക്കലി വലിയ പ്രശ്നമുള്ള സാധനമാണത്. അതൊന്നും ആളുകൾ ശ്രദ്ധിക്കാതെ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്കൊരു ആശ്വാസമായിപ്പോയി ഇത് ഫെഡറൽ കോർട്ടിൻ്റെ ഇടപെടൽ. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ അത്ഭുതമൊന്നുമില്ല. ഇവിടെ പലപ്പോഴും ഇന്തോനേഷ്യ കഴിഞ്ഞ ഏറ്റവും മുസ്ലിം പോപ്പുലേഷൻ ഉള്ള രാജ്യം ഇന്ത്യയാണ്, പാകിസ്ഥാനെക്കാട്ടും കൂടുതൽ. അത് BJP തന്നെ പല പോകുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം ഒന്ന് ഇന്ത്യയാണ്. പിന്നെ മുസ്ലിം രാജ്യം രാജ്യം എന്ന് പറയുന്ന 2 രീതി നമുക്കറിയാം. ഒന്ന് മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യവും, 2 മുസ്ലിം ശരിയാ നിയമത്താൽ ഭരിക്കപ്പെടുന്നതാണ്. അത് നമ്മളല്ല, അത് നമുക്ക് താല്പര്യമില്ല, അത് അവൻ്റെ ആവശ്യമില്ല. ശരിയായ നിയമമൊക്കെ വന്നിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു, എന്ത് ഭീകരമായിരിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് താലിബാൻ. സ്ത്രീകളെ ചാക്കി കെട്ടിക്കൊണ്ട് നടക്കുന്ന സ്ഥലം അഭിനയിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അതിൻ്റെ മോഡറേറ്റ് രൂപങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കിതാണ് നല്ലത്. നമുക്ക് ഈ സായിപ്പ് ഉണ്ടാക്കി പോയ ആംഗ്ലോ ഇന്ത്യൻ സാധനമാണ് നമുക്ക് നല്ലത്. പിന്നെ അപ്പം അതിൽ അത്ഭുതമൊന്നുമില്ല യാതൊരു. പക്ഷേ ഇതെന്തുകൊണ്ട് ഇവിടെയുള്ള ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മുസ്ലിം മാധ്യമങ്ങളും മുസ്ലിങ്ങളെക്കാട്ടും മുസ്ലിം സ്നേഹം കാണിക്കുന്ന ഈ ചില നോൺ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളൊന്നും മനസ്സിലാകാത്തതാണ്. ഇപ്പം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എനിക്ക് മനസ്സിലാവാത്തത്, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പീഡിപ്പിക്കാൻ തുടങ്ങി നിങ്ങൾ BJP എന്നതിന് ശേഷം ഈ ന്യൂസ് വന്നു തുടങ്ങിയത്, അല്ലെങ്കിൽ നിരന്തരമായി റെട്രോയ്ക്ക് അന്തരീക്ഷത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 47 തൊട്ട് തന്നെ ഉണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നു. 47 ഇന്ത്യ വെച്ചാൽ മോഡിയോ BJP ആണോ? അതായത് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഏതാണ്ട് 1/3 ഉണ്ടായിരുന്ന മുസ്ലിംസ് മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം മേടിച്ചു പോയി. ബാക്കി ആ രാജ്യത്തുള്ളേക്കാളും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ബാക്കിയായി. അപ്പോൾ അവരോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ജിന്ന ചോദിച്ചപ്പോൾ ജിന്ന നിങ്ങൾ ആ രാജ്യത്തെ പൗരന്മാരായി വിശ്വസ്തയോട് കൂടി കഴിഞ്ഞോളൂ. അവൻ ഇന്ന് ആർക്കും അങ്ങനെ കഴിഞ്ഞാൽ പോരായിരുന്നു. ഇവന് രാജ്യമായി രാജ്യത്തെ പ്രധാനമന്ത്രിയാണോ എന്നുള്ളതായിരുന്നു. അത് നടന്നു. ഗ്രേറ്റ് ലീഡറായി, അവിടുത്തെ രാഷ്ട്രപിതാവായി. അവിടെ ദിവസം പട്ടീനെ പോലെ മരിച്ചതാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജീവിച്ച സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? ഹിന്ദുത്വത്തിൻ്റെ സെക്കുലറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായി. വിഭജനത്തിൻ്റെ മുറിവുകളുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ പോയി നോക്കണം, മനസ്സിലാക്കണം. കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരായി ഹിന്ദുവിൻ്റെ മനസ്സിൽ അവൻ്റെ ബന്ധുക്കളെയൊക്കെ കൊന്നവനാണ് ഈ പറഞ്ഞ സമുദായത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ എങ്ങനെയാണ് അവർ ഇവരെ കാണുന്നത്? പക്ഷേ അത്രത്തോളം അവർ കാണിച്ചിട്ടില്ല, അത് മനസ്സിലാക്കണം. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ അവിടെ ജീവിക്കുന്നു. അതേ പോപ്പുലേഷൻ കൂടുകയാണ്. ഹിന്ദുവിൻ്റെ പോപ്പുലേഷൻ കുറയുമ്പോൾ മുസ്ലിമിൻ്റെ പോപ്പുലേഷൻ കൂടുകയാണ്. അത് പോപ്പുലേഷൻ കുറയുന്ന രാജ്യത്തിന് പൊതുവെ നല്ലതാണ്. പിന്നെ മുസ്ലിംസിൻ്റെ പോപ്പുലേഷൻ കൂടാനൊരു കാരണമുണ്ട്. മുസ്ലിംസിൻ്റെ പോപ്പുലേഷൻ കൂടാൻ ഈ സമുദായത്തിലുള്ള വിദ്യാഭ്യാസപരമായി പിന്നിലാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പിള്ളേരുണ്ടാകുന്നത് ആണ് നല്ലതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ അണുകുടുംബമാണ് നല്ലതെന്നുള്ള ധാരണ ഇപ്പം വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായി കുറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ മുസ്ലിംസിൻ്റെ ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള വളർച്ച വളരെ ഇപ്പം കുറഞ്ഞ ബേസിലാണ്. കാരണം ഇപ്പോൾ കൂടുതൽ കുട്ടികൾ വേണ്ട എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, പണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങൾ, മുസ്ലിം നായർ കുടുംബങ്ങളെല്ലാം തന്നെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഈ ആധുനിക വിദ്യാഭ്യാസമൊക്കെ വന്നതോടുകൂടി നായേഴ്സും ക്രിസ്ത്യൻസും, അതായത് ഹിന്ദുസും ക്രിസ്ത്യൻസും കുടുംബാസൂത്രം കൊണ്ടുവന്നു. അപ്പോൾ 2 പിള്ളേരിലേക്ക് മാറി. അന്നപ്പോൾ മുസ്ലിം കൂട്ടത്തിൽ 3, 4, 5 ഒക്കെ പിള്ളേരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3, 4, 5 പിള്ളേർ അവർ ഇപ്പോഴത്തെ അച്ഛനമ്മമാരാണ്. അവർക്ക് 2 പിള്ളേരാണ്. നമ്മൾ അതിൻ്റെ വിസിബിളായ മാറ്റമാണ്. വിദ്യാഭ്യാസമാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം.
പക്ഷേ ഇതേ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാനിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഹിന്ദു പോപ്പുലേഷൻ ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞു. അപ്പോൾ ആരാണ് പീഡിപ്പിക്കുന്നത്, ആരാണ് പീഡിപ്പിക്കപ്പെടുന്നത്, ആരാണ് സംരക്ഷിക്കുന്നത്? മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നത് ഹിന്ദുക്കളാണ്. ആരാണ് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നത്? പാകിസ്ഥാനും ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളാണ്. അപ്പോൾ എന്തടിസ്ഥാനമുള്ളത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ? രണ്ടുപേര് പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് ജോലികളിലും മറ്റും മുസ്ലിംസിന് പ്രാതിനിധ്യം കുറയുന്നു എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് ജോലികളിലും മറ്റും പ്രാതിനിധ്യം കുറയുന്നത് മത്സര പരീക്ഷ നടത്തിയല്ലേ ആളുകൾ എടുക്കുന്നത്, അതിൽ ജയിച്ചു വരണ്ടേ? മുമ്പ് വിദ്യാഭ്യാസം കുറവായിരുന്നു, ആ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി, ബംഗ്ലാദേശിലേക്കൊക്കെ പോയി. ബാക്കി ഇവിടെ ഉള്ളത് കുറേ പാവപ്പെട്ട SC/ST ഭാഗത്തു നിന്നും OBC കൺവേർട്ടായ മുസ്ലിംസ് ആയിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ സമയം എടുക്കും. ഇപ്പോൾ സമയം എടുക്കുന്ന ഭാഗത്ത് കൂടുതൽ പിള്ളേർ ഇപ്പോൾ സിവിൽ സർവീസിലൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് ഭക്ഷണം കിട്ടിയ കാശ്മീരിലൊരു പയ്യനെ, കേരളത്തിൽ തന്നെ എടുത്തുകത്തിന് മുസ്ലിം പിള്ളേർ വരുന്നുണ്ട്. ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഈ സമുദായം മുന്നോട്ട് പോകുന്ന ഏറ്റവും വലിയ തടസ്സം ഈ സമുദായത്തിൻ്റെ നേതൃത്വമായിരുന്നു. അതായത് ആധുനിക വിദ്യാഭ്യാസം കൊടുക്കില്ല. ആധുനിക വിദ്യാഭ്യാസം കൊടുക്കാതെ എങ്ങനെയാണ് പിന്നെ ഈ പറയുന്നത് പോലെ മത്സര പരീക്ഷകൾ മുന്നോട്ട് വരാൻ പറ്റും? ഇപ്പോൾ അവർ ആധുനിക വിദ്യാഭ്യാസം കൊടുത്തു, ഈ പിള്ളേർ മത്സര പരീക്ഷകൾ മുന്നോട്ട് വന്നു. ഈ മത്സര പരീക്ഷകളിലൂടെ മുന്നോട്ട് വന്ന് ഇവൻ തന്നെ പറയുന്നത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. നരേന്ദ്ര കമ്മീഷൻ വേണം. എന്തൊരു തോന്നിയവാസമാണ്! നിങ്ങൾ ഈ കേരളം എന്നുള്ള ഇട്ടാവട്ടത്തിൽ കിടന്ന് കാര്യം കാണണ്ട, അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് നിങ്ങൾ നിങ്ങൾ ചുറ്റുപാടിലേക്ക് നോക്കണം. അവിടെ ആരാണ് പീഡിപ്പിക്കപ്പെടുന്നത്? പാകിസ്ഥാനിൽ എത്ര മുസ്ലിങ്ങളുണ്ട്, ബംഗ്ലാദേശ് എത്ര മുസ്ലിങ്ങളുണ്ട്? ഈ പറയുന്ന RSS കൊടികുത്തി വായുന്ന ഉത്തരേന്ത്യയിൽ മുസ്ലിം പോപ്പുലേഷൻ താഴോട്ടാണോ? നിങ്ങളതോ അവിടെയല്ലേ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഹിന്ദുവിനെ മനസ്സിലാക്കുന്നതിൽ ഇവിടെയുള്ള മുസ്ലിം നേതൃത്വം പൊതുവെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുവിനെ അവർ കാണുന്ന അവരെ പോലെയാണ്. അതാണ് പ്രശ്നം. ഹിന്ദുവിന് ആര് വന്നാലും പോയാലും ഒരു പ്രശ്നമില്ല. നമ്മളെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മളെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഹിന്ദു സഹിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ സാധനം ഇവിടെ ഇല്ലാതാവുന്ന ഘട്ടം വന്ന സമയത്താണ് RSS പോലുള്ള സംഘടന ഉണ്ടായത്, മാസ് കൺവേർഷൻ. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, കുക്കികളും മറ്റേ ഇവാഞ്ചലിസ്റ്റുകൾ നടത്തുന്ന സംഭവം, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാർ പക്ഷേ വലിയ രീതിയിൽ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്താണ് ഈ RSS ഉണ്ടാകുന്നത്. പിന്നെ ഉത്തരേന്ത്യയിലാണെങ്കിൽ ഈ തുർക്കിഷ് വംശത്തിൽപ്പെട്ട മുസ്ലിം ഭരണാധികാരികളായിരുന്നല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അതിൻ്റെ ഹുങ്കുണ്ടായിരുന്നു. കരീം ലാല ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ RSS ഉണ്ടായതിന് പിന്നെ നമ്മളിപ്പം വിചാരിക്കുമ്പോൾ വർഗീയത എന്ന് പറയുമ്പോൾ RSS ഉണ്ടായതിന് അത് മാത്രമല്ല, ഹിന്ദുക്കളെ പീഡിപ്പിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്തണ്ടേ? ഇപ്പോൾ RSS ഉള്ളതുകൊണ്ട് ഹിന്ദുവിനെതിരെ കൈ ഉയർത്താൻ, ഹിന്ദുവിൻ്റെ നാട്ടിൽ വന്ന് ഹിന്ദുവിനെതിരെ കൈ ഉയർത്താൻ ആളുകളൊന്നും മടിക്കും, പേടിയാണ്. ഇത് ഞാനീ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ RSS തന്നെ ഉപയോഗിച്ചൊരു കാര്യം കിട്ടാൻ, എനിക്ക് RSS തന്നെ കമ്മ്യൂണിസ്റ്റിനൊക്കെ നന്നായിട്ട് അറിയാം. ഇവരോടൊക്കെ ഒരു കൈയാലത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. നല്ലതുണ്ട് പറയാം, പിന്നെ നമ്മളെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ തെറ്റും തന്നെ തെറ്റും പറയും. അതായത് ഇവർ നമ്മളെ മച്ചാന്മാരായിരുന്നു തന്നെ. കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ നമ്മളെ മച്ചാന്മാരായിരുന്നു. ഇതിനകത്ത് നമ്മൾ എൻ്റെ സ്റ്റുഡൻറ്റ് വിങ്ങിലൊക്കെ ഉള്ളതുകൊണ്ട് റിയാലിറ്റി നമ്മൾ പറയണ്ടേ. മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കണം. ഇന്ത്യയിൽ അവർ എത്ര സേഫാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു വർധന ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു അപകട ഭീഷണിയാണോ ഉണ്ടാക്കുന്നത്? ഭീഷണിയല്ല, അത് ആ സമുദായം എങ്ങനെ പോകുന്നുള്ളൂ. അവർക്ക് മോഡേൺ വിദ്യാഭ്യാസം കൊടുക്കുക, അതേസമയം അതിൽ ഒരുപാട് ഈ പറയുന്ന ആൻറ്റി നാഷണൽ എലിമെൻറ്റ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് പാകിസ്ഥാനും ചൈനയും മാത്രമല്ല, വെസ്റ്റേൺ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ മറ്റേ അവർ ഇവാഞ്ചലിക പ്രവർത്തനം നടത്തണം, മുസ്ലിംസിനെയും ഹിന്ദുസിനെയും തമ്മിലടിപ്പിക്കണം, അതിനിടയ്ക്ക് അവരെ കച്ചവടം നടത്തണം. അത് മുസ്ലിംസ് മനസ്സിലാക്കണം. RSS മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു ഇത് കണ്ടിട്ട് അവരത് സൈലൻ്റായിട്ട് നേരിടുന്നുണ്ട്. എന്തിനാണ് ഈ മതം മാറ്റുന്നത്? പടച്ചോൻ എന്താ ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നു? ഞാൻ ഈ ക്രിസ്ത്യൻ മിഷണറീസ്, ഇവാഞ്ചലിസ്റ്റുകൾ ഉൾപ്പെടെ നടത്തുന്ന മനുഷ്യ എന്തായാലും നമ്മൾ പറയുക സന്നദ്ധ പ്രവർത്തനങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് സ്കൂളില്ല, സ്ഥലത്ത് സ്കൂളുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ? ക്രിസ്ത്യൻസ് അല്ലേ ഇവിടെ മോഡേൺ സ്കൂളൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെ കൂടെ മതപരിവർത്തനം എന്തിനാണ്? ഒരാൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ വന്നോട്ടെ. ആ അജണ്ട വെച്ച് എന്തിനു പ്രവർത്തിക്കണം? ഇത് അവർ ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജോലിയാണ്, ഞങ്ങളെ മതം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരമാവധി ആളുകൾ ഈ വഴിയിൽ കൊണ്ടുവരാം. മുസ്ലിംസും ക്രിസ്ത്യൻസും സ്ഥിരം പറയുന്ന സംഭവമാണ്. മുസ്ലിംസ് ഇപ്പോൾ അങ്ങനെ മാസമായിട്ട് നടത്തുന്നില്ല. മീനാക്ഷിപുരം കൺവേർഷനോടുകൂടി അവർ ആ പരിപാടി നടത്തി. ഇപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ ഈ പറയുന്ന പോലെ ചില ആളുകൾ, ചില സൗദിയിൽ നിന്നും ഫണ്ട് കിട്ടുന്ന ചില അവന്മാരുണ്ട്. അവന്മാർ ഈ പറയുന്നതിൻ്റെ അതിൽ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പിന്നെ വളരെ തന്ത്രങ്ങളിലൂടെ ഇപ്പോൾ നിമിഷ ഫാത്തിമേൻ്റെയൊക്കെ വിഷയം പോലുള്ള വിഷയങ്ങൾ വരുന്നത്. അത് വെച്ചിട്ട് മുസ്ലിംസിനിടെ അങ്ങനെ മാസ് കൺവേർഷൻ പരിപാടി ഇപ്പോൾ നടക്കുന്നില്ല. അത് വേറെ ആളുകളാണ് നടത്തുന്നത്. എന്തിനു നടത്തുന്നു? പടച്ചോൻ എന്താ ദൈവത്തിൽ ഇത് മത്സരിക്കാൻ പോവുക? അപ്പോൾ നമ്മളവരോട് അറിയാം, നിങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം ഒന്നും അല്ല, ഞങ്ങളുടെ ദൈവം വേറെയാണ്. എന്ത് നിങ്ങളുടെ ദൈവത്തിൽ കൊമ്പുണ്ട്? പിന്നെ ഞങ്ങൾ ലോകം ഭരിക്കുന്നത് ഞങ്ങളല്ലേ? ലോകം ഭരിക്കുന്നത് അതിൻ്റെ മുമ്പ് മുസ്ലിംസാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നെ അന്ന് അവർക്ക് വന്നിട്ടുണ്ട്, അവരുടെ ആളാണ്. അവർ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ ദൈവം മാത്രമാണ് ശരി. ഹിന്ദു മാത്രം എന്താ ഏകം സത് വിപ്ര ബഹുധാ പദ്ധതി. ഒന്നാണ്, ആളുകളെ പല രൂപത്തിൽ വിളിക്കുന്നു. അഹം ബ്രഹ്മാസ്മി തത്വസ്മി, ഞാൻ തന്നെയാണത്, നീ തന്നെയാണത്. ഇതാണ്. അങ്ങനെ
ഈ പറയുന്നതിൻ്റെ മാതിരി എത്ര ആരും ഉൾക്കൊള്ളുന്ന ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് വന്നിട്ട് ഇവൻ്റെ ചെറിയ മതം ഉണ്ടാക്കാൻ നോക്കി. ഹൈന്ദവത എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. ആ സമുദ്രത്തിൽ ഇവൻ്റെ തോട് ഇടിച്ച് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം പോപ്പുലേഷൻ കൊടുത്ത ഗവൺമെൻറ് ഒരു ഭീഷണിയൊന്നുമല്ല. പക്ഷേ ഗവൺമെൻറ് വിദ്യാഭ്യാസം കൊടുക്കുകയും മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമായിട്ട് അവരെ നിലനിർത്തുകയും, രണ്ട്, അതിലുള്ള എലിമെൻസിനെതിരെ ജാഗരൂകരാകുകയും വേണം. നിരന്തരമായ സർവൈലൻസ് വേണം അത്തരം എലിമെൻസിനെതിരെ. അപ്പോൾ ജനാധിപത്യത്തിലൂടെ ഇത്തരം സാധനങ്ങൾ പെട്ടെന്ന് വളരും. അത് ഗവൺമെൻറ് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. മുസ്ലിംസ് ബേസിക്കലി അങ്ങനെ ഒരു ഡേഞ്ചറസ് വിഭാഗമൊന്നുമല്ല. ഞാൻ മുസ്ലിം അല്ലേ, നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ട് ഞാൻ ഡേഞ്ചറസ്? അങ്ങനെയല്ല. അതിൽ എല്ലാ വിഭാഗത്തിലും ഇങ്ങനെ കുറേ ആളുകളുണ്ടാവും. മുസ്ലിം നിൽക്കുമ്പോൾ, ഹിന്ദു നിൽക്കുമ്പോൾ, ക്രിസ്ത്യൻ നിൽക്കുമ്പോഴൊക്കെ ഈ പറയുന്ന മുഷ്ടി ചുരുളുന്ന, കണ്ണിറങ്ങുന്ന, പേശികൾ വലിയുന്ന ഭ്രാന്തന്മാരുണ്ടാവും. അത് നമ്മൾ നോക്കണ്ട. സാധാരണ അതിൽ പ്രശ്നക്കാരാണ്. പക്ഷേ അവർ ഒരുപാട് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ സമുദായം ജീവിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിലൊക്കെ ഞാനൊന്നും അതിന് വലിയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ ലൈഫിലൂടെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര ആളുകൾ ഇനിയും ഉയർന്നു വരും. കാരണം ജിന്നയെ, മൗലാന ആസാദിനെയൊക്കെ ഒഴിവാക്കി ജിന്നയെ പിന്തുടർന്ന് സ്വയം വഞ്ചിക്കപ്പെട്ടൊരു സമൂഹമാണ് ഇപ്പോഴും ചെയ്യുന്നത്. അങ്ങനെയുള്ള അഭിനവ ജിന്നമാനെ പിന്തുടരുകയാണ് ഇവർ. നാളെ നമ്മളെപ്പോലുള്ള ആളുകളെ പിന്തുടരുന്ന ഒരു സമയം വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.